നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇവിടെ വെച്ച് വേണം മുഹമ്മദ് 12ാം വാർഡിലെ പെൺകുട്ടികൾ 2 ദിവസമായി കഠിന പരിശീലനത്തിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് സ്വയം പ്രതിരോധത്തിനു വേണ്ടിയാണ് ഈ കായികാഭ്യാസങ്ങൾ പഠിക്കുന്നത്. അഭ്യാസം ഗുണം ചെയ്യുന്നുണ്ട്. കുട്ടികൾ തന്നെ പറയട്ടെ. വെറും 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രയും അറിവ് പകർന്നു തരാൻ പറ്റി. നല്ലതാണിത്. ഞങ്ങൾ എങ്ങനെ നമ്മൾ കയ്യിൽ പിടിച്ചാൽ എങ്ങനെ പിടിപ്പിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നു. 2 കൈ കൊണ്ട് പിടിപ്പിച്ചാൽ പിന്നെ പുറകിൽ നിന്ന് പിടിച്ചാലുള്ള രീതിയൊക്കെ എങ്ങനെ അഴിക്കണമെന്നൊക്കെ പഠിപ്പിച്ചു തന്നു. ആരെങ്കിലും കൈ പിടിച്ചാൽ ഇങ്ങനെ അടുത്ത് വന്ന് അവർ പഠിപ്പിച്ച രീതി തന്നെ ചെയ്യണം. പിന്നെ നല്ല സൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ശബ്ദം കേട്ട് ആരെങ്കിലും വരും. നമ്മളിപ്പോൾ ഒറ്റക്ക് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ലതാണ് ക്ലാസ്. ഇവിടെ നമുക്ക് അത്യാവശ്യമായി വേണ്ട, ഇപ്പം നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ പുറത്ത് അമ്മയും അച്ഛനും ഒക്കെ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും എവിടെയെങ്കിലും ഒറ്റക്ക് പോകാൻ നേരത്ത് ആൾക്കാർ കൂടെ ഇല്ലാത്തപ്പോൾ ഒരു സേഫ്റ്റി കുറവായിട്ട് വീട്ടിൽ നിന്ന് എങ്ങും അങ്ങനെ വിടത്തൊന്നുമില്ല. അപ്പം ഇതൊക്കെ അറിയാവുമ്പോൾ നമുക്ക് ചെറിയ ഇതൊക്കെ പഠിച്ചിരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും നമുക്കിതുകൊണ്ട്. മനസ്സ് ഇപ്പോൾ ഒരു ഇതായി, കാരണം ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാവുന്ന കുറച്ച് പൊടിക്കൈകൾ ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ട്. കാരണം ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച്. സംസ്ഥാന പോലീസിന്റെ സ്ത്രീ സുരക്ഷാ സ്വയംരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പെൺകുട്ടികൾക്ക് കായിക പരിശീലനം നൽകിയത്. വനിതാ പോലീസ് സംഘമാണ് പരിശീലകർ. കായിക പരിശീലനം വഴി കുട്ടികൾ ആത്മവിശ്വാസം വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേരള പോലീസിന്റെ സ്ത്രീ സുരക്ഷാ സ്വയരക്ഷാ പരിശീലന പരിപാടി എന്നുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോജക്ട് 2014 കേരളത്തിൽ ആരംഭിച്ചതാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും 20ഓളം വരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് SAP ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തി പ്രത്യേക കമാൻഡോ ഉദ്യോഗസ്ഥർ ട്രെയിനിങ് തന്നു. അപകടകരമായ സാഹചര്യത്തിൽ സ്ത്രീകളോ കുട്ടികളോ ഒറ്റയ്ക്കായി പോയാൽ, മറ്റാരും സഹായത്തിനില്ലാത്ത സാഹചര്യത്തിൽ എന്തുതരം അതിക്രമം അവരുടെ നേരെ ഉണ്ടായാലും നിവർന്നു നിൽക്കാൻ പറ്റുന്ന ഏതൊരു പെണ്ണിനും ഏറ്റവും കുറഞ്ഞ ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വന്തം സുരക്ഷ അത് സ്വന്തം കൈകളിലാണെന്നുള്ള ബോധം മനസ്സിലേക്ക് വന്നുകൊണ്ട് ഏതുതരം അക്രമം മുന്നിലേക്ക് വന്നാലും നിവർന്നു നിൽക്കാൻ ത്രാണിയുള്ള ഏതൊരു പെണ്ണിനും ഏറ്റവും കുറഞ്ഞ ബലം പ്രയോഗിച്ചുകൊണ്ട് സ്വയരക്ഷ നേടിയെടുക്കാൻ ഉതകുന്ന തരത്തിൽ ശാരീരികമായും മാനസികമായും അവരെ മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് സ്ത്രീകളെയും കുട്ടികളെയും എത്തിക്കുന്ന കേരള പോലീസിന്റെ പ്രോജക്റ്റാണ് സ്ത്രീ സുരക്ഷാ സ്വയരക്ഷാ പരിശീലന പരിപാടി. ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് പി ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പെൺകുട്ടികൾക്ക് കായിക പരിശീലനം നൽകാനുള്ള പരിപാടി സംഘടിപ്പിച്ചത്. ഭക്ഷണവും സൌകര്യങ്ങളും ഒരുക്കി രക്ഷിതാക്കളും ഒപ്പമുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.